ഹലോ കുട്ടികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5th സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്ററായ മെഷർ മാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഞാനൊരു വീട് വരച്ചിട്ടുണ്ട്. വളരെ ദൂരത്തായിട്ട് ചെറിയ ഒരു പട്ടണവും. വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ദൂരത്തെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? കിലോമീറ്ററിലാണ് അല്ലേ? പട്ടണത്തിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ എന്നിങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി വീട്ടിനടുത്തായിട്ട് കാണുന്ന ചെറിയൊരു കുളം കണ്ടില്ലേ? ആ കുളത്തിന്റെ നീളം എങ്ങനെയാണ് പറയുക? ഇതിന് 4 മീറ്റർ നീളമുണ്ട് അല്ലെങ്കിൽ അതിന് 4 മീറ്റർ വീതിയുണ്ട്. എന്തുകൊണ്ടാണ്? അത് ചെറിയൊരു ദൂരമായത് കൊണ്ടാണ്. വലിയ ദൂരങ്ങൾ കിലോമീറ്ററിൽ പറയുമ്പോൾ ചെറിയ ദൂരങ്ങൾ മീറ്ററിൽ പറയുന്നു. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ചെറിയ ലെങ്ത്തുകളെ കുറിച്ചാണ്. മീറ്ററിനേക്കാൾ കുറഞ്ഞ ലെങ്ത്തുകളുണ്ടോ? ഉണ്ട്. എന്താണ്? ഫീറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ചെറിയ കുഴികളോ അല്ലെങ്കിൽ കുളങ്ങളോ ഒക്കെ നമ്മൾ കുഴിക്കുമ്പോൾ എന്താണ്? അതിന് ഇത്ര 4 അടി താഴ്ച, 5 അടി താഴ്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതിനേക്കാൾ ചെറിയ സൈസ് എന്താണ് വരുന്നത്? ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾ ടിവിയുടെ സൈസ് ഒക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും. 55 ഇഞ്ച് സൈസുള്ള ടിവിയാണ് അല്ലെങ്കിൽ 65 ഇഞ്ചുള്ള ടിവിയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനേക്കാൾ ചെറിയ സൈസ് ആണ് വരുന്നത് എന്താണ്? സെന്റിമീറ്റർ. ഇവിടെ നിങ്ങൾ പിക്ചറിൽ കാണുന്നത് ഒരു പെൻസിലിന്റെ ലെങ്ത് അളക്കുന്നതാണ്. ജോമെട്രി ബോക്സിന്റെ കൂടെ കിട്ടുന്ന സ്കെയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ നീളം എത്രയാണ് വരുന്നത്? 15 സെന്റിമീറ്റർ ആണ്. 0 മുതൽ 15 വരെ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇനി നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു പെൻസിലിന്റെ നീളം അളക്കുകയാണ്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം 7 സെന്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷവും അതിന്റെ കാർബണിന് കുറച്ചുകൂടെ ലെങ്ത് കാണിക്കുന്നുണ്ട് അല്ലെ? ആ അളവ് എത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സ്കെയിൽ വലുതാക്കി വരച്ചിട്ടുണ്ട്. നോക്കാം. 0 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. എന്താണ് ഈ അക്കങ്ങൾ അർത്ഥമാക്കുന്നത്? സെന്റിമീറ്റർ ആണ് അർത്ഥമാക്കുന്നത് അല്ലെ? 0 മുതൽ 1 വരെ വരുമ്പോൾ എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത്? cm എന്നാണ്. സെന്റിമീറ്റർ. 2 സൂചിപ്പിക്കുന്നത് എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 5 സെന്റിമീറ്റർ വരെയാണ് ഇവിടെയുള്ളത്. ഇത് 0യിൽ നിന്ന് 1 സെന്റിമീറ്ററിലേക്ക് വരുമ്പോൾ അതിനിടയിൽ ചെറിയ വരകൾ കാണുന്നുണ്ട് അല്ലെ? ആ വരകൾ അർത്ഥമാക്കുന്നത് എന്താണ്? മില്ലിമീറ്റർ എന്നാണ്. അതായത് മില്ലിമീറ്ററിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ എം എന്നാണ് എഴുതുന്നത്. 1 സെന്റിമീറ്ററിനിടയിൽ എത്ര മില്ലിമീറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇവിടെ എത്ര വരകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1 2 3 4 5 വരുമ്പോൾ എന്താണ്? വലിയൊരു വര ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പകുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വര വരച്ചിരിക്കുന്നത്. പിന്നീട് 6 7 8 9 10 ആകുമ്പോൾ എന്തായി മാറി? അതൊരു സെന്റിമീറ്റർ ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. നമ്മൾ നോക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന പെൻസിലിന്റെ നീളം എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നമുക്ക് നോക്കാം. പെൻസിലിന്റെ ആകെ നീളം എന്താണ്? 7 സെന്റിമീറ്റർ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 7 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നീട് എന്താണ് വരേണ്ടത്? ചെറിയ വരകൾ എത്രയാണെന്ന് എണ്ണി നോക്കുക അല്ലെ? ഇവിടെ വരുന്നത് 3ാമത്തെ വരയ്ക്ക് നേരെയാണ് പെൻസിലിന്റെ അഗ്രഭാഗം വരുന്നത്. അപ്പോൾ എത്രയുണ്ടാവും? അവിടെ 3 മില്ലിമീറ്റർ ഉണ്ടാവും. അപ്പോൾ പെൻസിലിന്റെ നീളം എത്രയായിട്ട് നമുക്ക് കാണാം? 7 സെന്റിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റേഴ്സ് എന്ന് കാണാം. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ ഒരു ലെങ്ത് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഇവിടെ 0യിൽ നിന്ന് തുടങ്ങിയിട്ട് ചെറിയൊരു ലെങ്ത് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ലൈനിന്റെ ലെങ്ത് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ 0 ആണ് വരുന്നത്. 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വരെ വരുന്നുണ്ട്? 3 സെന്റിമീറ്റർ വരെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ 4 സെന്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. അപ്പം 3 സെന്റിമീറ്ററിനും 4 സെന്റിമീറ്ററുമുള്ള ഒരു ദൂരം, ഒരു ലെങ്ത് നമ്മൾ അളക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മില്ലിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞുള്ള ദൂരം എത്രയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത് അല്ലെ? ഇതിന് നേരെയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മുൻപേ എണ്ണി നോക്കിയതാണ്. വലിയ വര വരുമ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത്? 5 ആണ് ഉണ്ടായിരുന്നത് അല്ലെ? അപ്പോൾ 5 കഴിഞ്ഞ് നമുക്കിവിടെ നോക്കാം. 6 7 8 8ന് നേരെയാണ് വര വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 സെന്റിമീറ്റർ ആൻഡ് 8 മില്ലിമീറ്റർ എന്ന് എഴുതാം. കുട്ടികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ചെറിയ പല പീസുകൾ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ ലെങ്ത് അളന്നു നോക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെന്റിമീറ്ററുകൾക്കിടയിൽ വരുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത്. അതായത് 10 വരകളാണ് വരുന്നത്. ഒരു സെന്റിമീറ്ററിനെ 10 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പെൻസിലിന്റെ ലെങ്ത് അളന്നു കഴിഞ്ഞു. എത്രയാണ്? 7 സെന്റിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റേഴ്സ്. ഒരു ഭാഗം വരുന്നത് സെന്റിമീറ്ററിലാണ് വരുന്നത്, മറ്റൊരു ഭാഗം വരുന്നത് മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടിനെ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിലേക്കാക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 7 സെന്റിമീറ്റർ നമുക്ക് അതുപോലെ തന്നെ വയ്ക്കാം.
ഇവിടെ വരുന്ന ഈ 3 മില്ലിമീറ്റേഴ്സിന് എന്ത് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഇതേപോലെ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം 4 പാർട്ടാക്കി മാറ്റുകയാണ് എങ്കിൽ ഈയാണ് ഒരു പാർട്ടിന് നിറം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 4 പാർട്ടിൽ ഒരു പാർട്ടാണ് നിറം കൊടുത്തത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അതെങ്ങനെയാണ് എഴുതിയിരുന്നത്? 4ൽ ഒരു ഭാഗത്തിന് നിറം കൊടുത്തു എന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് ഒരു സ്കെയിലാണ് അല്ലേ? സ്കെയിലിന് എന്ത് ചെയ്ത് നമ്മൾ 10 ഭാഗങ്ങളാക്കി മാറ്റി. അതിലെന്താണ് ഈ പെൻസിലിന്റെ ലെങ്ത് വരുന്നത് എത്രയാണ്? 3 ഭാഗങ്ങളിലാണ്. അപ്പോൾ മൊത്തം എത്രയാണ് വരുന്നത്? 10 ഭാഗങ്ങളാണ് വരുന്നത്. അതിൽ 3 ഭാഗം വരെയാണ് പെൻസിൽ ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുന്നത്? 10ൽ 3 ഭാഗം സെന്റിമീറ്റർ എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? 7 ആൻഡ് 3/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇനിയിപ്പോ 7 ഭാഗങ്ങൾ വരെയാണ് പെൻസിൽ വരുന്നത് എങ്കിൽ എന്താണ് എഴുതേണ്ടത്? 7/10 ആണ് എന്ന് എഴുതേണ്ടത്. കാരണം എന്താ വെച്ചാൽ 10ൽ 7 ഭാഗം വരെയാണ് പെൻസിൽ വരുന്നത്. ഇതിനെയും ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നത് ചോദിച്ചാൽ 7 എഴുതിയതിന് ശേഷം നമ്മളൊരു പോയിന്റ് ഇവിടെ ഇടുകയാണ്. അതിനുശേഷം എന്ത് എഴുതും? 3 എഴുതും. പിന്നീട് സെന്റിമീറ്റർ എന്ന് എഴുതാം. അതായത് 7.3 സെന്റിമീറ്റർ എന്നാണ് ഇതിനെ ഷോർട്ടായിട്ട് വായിക്കുന്നത്. 8.4 സെന്റിമീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ വരുന്ന 8 എന്താണ്? സെന്റിമീറ്റർ ആണ്. ഈ പോയിന്റിന് ശേഷം വരുന്ന 4 എന്താണ്? മില്ലിമീറ്റർ ആണ്. അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഇവിടെ 8 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ് ഉള്ളത്. ഇനിയിപ്പോൾ 10.7 എന്ന് എഴുതി കഴിഞ്ഞാലോ? 10 എന്ന് വരുന്നത് എന്താണ്? സെന്റിമീറ്റർ ആണ്. 7 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് എന്താണ്? 10.7 സെന്റിമീറ്റർ എന്ന് എഴുതുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ മില്ലിമീറ്റർ ഈസ് 1 പാർട്ട് ഓഫ് സെന്റിമീറ്റർ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. കണ്ടല്ലോ, നമ്മളൊരു സ്കെയിൽ കണ്ടതാണ്. സ്കെയിലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെന്റിമീറ്ററിനെ 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തിന് എന്താണ് പറയുന്നത്? 1 മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ സ്കെയിലിന്റെ മറ്റൊരു രൂപം ജസ്റ്റ് വരച്ച് ചേർത്തിട്ടുണ്ട്. 1 സെന്റിമീറ്റർ ലെങ്തിന് എന്ത് ചെയ്തു? 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മുകളിലുള്ള 10 ഭാഗങ്ങൾ എന്താണ്? മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് നോക്കാം, വാട്ട് അബൌട്ട് 3 മില്ലിമീറ്റർ? 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇങ്ങനെയുള്ള 1, 2, 3 3 ഭാഗങ്ങളായിരിക്കും അല്ലെ? 3 മില്ലിമീറ്റർ. ഇത് 3 ചേർന്നായിരിക്കും. 10ൽ 3 ഭാഗമാണ് അല്ലെ? 3 മില്ലിമീറ്ററിനെ 3/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 മില്ലിമീറ്റേഴ്സ് ഈക്വൽ ടു 3/10 സെന്റിമീറ്റർ. അപ്പോൾ നമ്മളൊരു പെൻസിലിന്റെ ലെങ്ത് നോക്കിയത് ഓർമ്മയില്ലേ? അത് എത്രയായിരുന്നു? 7 സെന്റിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റർ എന്നായിരുന്നു. അപ്പോൾ 3 മില്ലിമീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റി എഴുതി? 3/10 എന്നാക്കി മാറ്റി എഴുതി. ഇതിനെ 7 സെന്റിമീറ്റർ എന്ന് എഴുതാം. ശരിയല്ലേ? വീണ്ടും അതിന്റെ ഒരു ഷോർട്ട് ഫോം നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? 7 സെന്റിമീറ്ററിന് 7.3 സെന്റിമീറ്റർ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 7.3 സെന്റിമീറ്റർ. അപ്പോഴെന്താണ്? 7/3/10 എന്നതിന്റെ ഒരു ഡെസിമൽ ഫോമാണ് എന്ത്? 7.3 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് നോക്കാം. ഇവിടെ 3/10 അതാണല്ലോ 0.3 ആയിട്ട് മാറിയത്. അതെങ്ങനെയാണ് വരുന്നത്? 3നെ എന്താണ്? 10 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. 3നെ 10 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 10ന്റെ ഗുണിതമാണോ 3? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ചേർക്കും. ഇവിടെ ഒരു പോയിന്റ് ചേർക്കുമ്പോൾ നമുക്ക് 3ന്റെ വലതുഭാഗത്തായിട്ട് ഒരു 0 ചേർക്കുവാൻ കഴിയും. ഇപ്പോഴെന്താണ്? 30നെയാണ് നമ്മൾ 10 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പോഴെന്താണ്? 10ൽ 3 പ്രാവശ്യമാണ് 30 പോകുന്നത് അല്ലേ? 10ന്റെ 3 ഗുണിതമാണ് 30 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. 10 × 3 വരുന്നത് 30 ആണ്. 30ൽ നിന്നും 30 കുറച്ച് കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എത്രയാണ്? 0.3 ആണ്. അങ്ങനെയാണ് 7/3/10 എന്നുള്ളത് എന്തായിട്ട് മാറുന്നത്? 7.3 ആയിട്ട് മാറുന്നത്. അത് നിങ്ങൾ കൂടുതലായിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. വി ക്യാൻ റൈറ്റ് 8 സെന്റിമീറ്റേഴ്സ് ആൻഡ് 7 മില്ലിമീറ്റേഴ്സ്. എങ്ങനെ എഴുതാൻ കഴിയും? 8 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണുള്ളത്. 7 മില്ലിമീറ്ററിനെ 7/10 എന്ന് എഴുതാൻ കഴിയും. 8 7/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് എന്ത് എഴുതാം? 8.7 സെന്റിമീറ്റർ എന്ന് എഴുതാം. പേജ് നമ്പർ 88ൽ നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ്? 5 പെൻസിലുകളുടെ ലെങ്ത് ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? ലെങ്ത് ഓഫ് എ പെൻസിലാണ്. അവിടെ മെഷർമെന്റ് എഴുതണം. എന്താണ്? സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും എഴുതണം.
പിന്നീട് അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം സെൻറ്റിമീറ്ററിലാക്കിയിട്ട് എഴുതണം. പിന്നീട് എന്താണ് ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ പെൻസിലിന്റെ അളവ് എന്ത് എഴുതാം? ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത പെൻസിൽ തന്നെ എഴുതാം. അതിന് എത്ര സെന്റിമീറ്റർ ആയിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നത്? 7 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? പിന്നീട് മില്ലിമീറ്റർ എത്രയാണ് ഉണ്ടായിരുന്നത്? 3 മില്ലിമീറ്റർ ആണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം എന്തായിരുന്നു? 7/3/10 എന്നായിരുന്നു അല്ലേ? 3 എന്നുള്ളത് 10ൽ 3 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ 7/3/10 എന്ന് കിട്ടി. പിന്നീട് ഡെസിമൽ ഫോമിൽ എങ്ങനെയാണ് എഴുതിയിരുന്നത്? 7.3 എന്നായിരുന്നു. രണ്ടാമത്തെ പെൻസിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. 5 സെന്റിമീറ്റർ ലെങ്ത് കൊടുക്കാം നമുക്ക്. പിന്നീട് മില്ലിമീറ്റർ എത്ര കൊടുക്കാം? വേണമെങ്കിൽ 9 കൊടുക്കാം. 9 എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? 10ൽ 9 ഭാഗമായിട്ട് മാറും അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം 5/9/10. പിന്നീട് 9/10 എന്തായിട്ട് മാറും? 0.9 ആയിട്ട് മാറുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 5.9 എന്ന് എഴുതാം. പിന്നീട് മൂന്നാമത്തെ പെൻസിലിന്റെ ലെങ്ത് നമുക്ക് വേണമെങ്കിൽ 11 സെന്റിമീറ്റർ എഴുതാം. ഇവിടെ മില്ലിമീറ്റർ എത്രയാണ്? 2 എന്ന് എഴുതാം. അപ്പോൾ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഭാഗങ്ങളിൽ 2 ഭാഗമാണ് അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? 11/2/10 എന്ന് എഴുതാം. ഡെസിമൽ ഫോമിലേക്ക് വരുമ്പോൾ 11.2, അതായത് 2/10 എന്തായിട്ട് മാറുന്നു? 0.2 ആയിട്ട് മാറുന്നു. ഇവിടെ മറ്റൊരു പെൻസിൽ എടുക്കാം. നമുക്ക് ലെങ്ത് എന്ത് കൊടുക്കാം? 1 സെന്റിമീറ്റർ കൊടുക്കാം. പിന്നീട് എന്താണ്? മില്ലിമീറ്റർ വരുന്ന എത്രയാണ്? 8 കൊടുത്തു നോക്കാം. 8 എന്ന് പറയുമ്പോൾ എന്താണ്? 10ൽ 8 ഭാഗമാണ്. അപ്പോൾ 1 സെന്റിമീറ്ററും 10ൽ 8 ഭാഗവും അല്ലേ? 1/8/10 എന്ന് എഴുതാം. അപ്പോൾ ഡെസിമൽ ഫോമിലേക്ക് മാറുമ്പോൾ 8/10 എന്നുള്ളത് 0.8 ആയിട്ട് മാറുന്നു. അതുകൊണ്ട് 1.8 എന്ന് എഴുതാം. അടുത്ത അളവ് നോക്കാം. നമുക്ക് 6 സെന്റിമീറ്റർ കൊടുക്കാം. 6 മില്ലിമീറ്റർ കൊടുക്കാം. 6 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10ൽ 6 ഭാഗമാണ്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? 6/10 എന്ന് എഴുതാം. 6/10 എന്തായിട്ട് മാറും? ഡെസിമൽ ഫോമിലേക്ക് വരുമ്പോൾ 0.6 ആയിട്ട് മാറും. 6.6. ഇനി നമ്മൾ പോയിന്റ് എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 6.6 എന്നും പറയാം. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വാച്ച് ചെയ്യുക. മുൻപ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോവും നോട്ട് ഫോർ കിഡ്സ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. കാരണം നിങ്ങളുടെ കമന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് യൂട്യൂബ് നിയന്ത്രിച്ചിരിക്കുകയാണ്. കാരണം സ്റ്റുഡൻസിന്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കണം. അപ്പോഴെന്താണ്? കമന്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്നറിയാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. ബൈ.